എക്സാലോജിക് കമ്പനിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയ മാസപ്പടിക്കും പൂർണ്ണ പിന്തുണ നൽകി CPM. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന ശില്പശാലയിൽ വിതരണം ചെയ്യുന്ന രേഖകളിലാണ് വീണയ്ക്കും കമ്പനിക്കും പാർട്ടിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്. സാധാരണ ഇത്തരം വിഷയങ്ങൾ പാർട്ടി രേഖയിലൂടെ വിശദീകരിക്കുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. നേതാക്കൾക്കെതിരെയോ കുടുംബാംഗങ്ങൾക്കെതിരെയോ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നാൽ പാർട്ടി ചുമതലകളിൽ നിന്നും ബന്ധപ്പെട്ട നേതാവ് മാറി നിൽക്കണം. വിഷയം ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് സംസ്ഥാനത്തിന് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും തീരുമാനം കൈക്കൊള്ളുക. എന്നാൽ വീണ വിജയനോ മുഖ്യമന്ത്രിക്കോ ഇതൊന്നും ബാധകമല്ല എന്ന തരത്തിലാണ് രേഖ വഴി വിശദീകരിക്കുന്നത്. CPM-ഉം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ കേസുകളിൽ പെട്ടപ്പോൾ സംരക്ഷിക്കാതിരിക്കുകയും മാസപ്പടി വാങ്ങിയ വീണ വിജയനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഏരിയ കമ്മിറ്റികളിൽ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി. കമ്മിറ്റികളിൽ ചർച്ച ചെയ്താൽ ആരോഗ്യകരമായ അന്തരീക്ഷം ഉണ്ടാകില്ല എന്ന് നേതൃത്വത്തിനറിയാം. ഇതോടെയാണ് മുഖ്യമന്ത്രിയെയും വീണ വിജയനെയും പ്രകീർത്തിക്കുന്നത് രേഖകളിൽ സ്ഥാനം പിടിച്ചത്. കമ്മിറ്റികളിൽ വിഷയമുയർന്നാൽ എല്ലാം രേഖകളിൽ വിശദീകരിച്ചിരിക്കുന്നതാണെന്നും അതിന്മേൽ ഇനി ചർച്ച വേണ്ടെന്നും പറഞ്ഞ നേതാക്കൾക്ക് തടിയൂരാം. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രിയെ മുന്നിൽ വച്ചാണ് മാസപ്പടി ആരോപണം കൊണ്ടുവന്നത് എന്ന് രേഖയിൽ വിശദീകരിക്കുന്നു. വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു. കമ്പനിക്ക് പോലും പരാതിയില്ല. വിഷയത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണം നടത്തിയത്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുന്നതിനാണ് ആരോപണം ഉയർത്തിയത് എന്നും രേഖയിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ കേന്ദ്ര ഏജൻസികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കള്ളക്കഥ മെനയുന്നു. സ്വർണ്ണക്കടത്ത് ആരോപണം സംബന്ധിച്ച അന്വേഷണം എന്തായി എന്നും വീണ വിജയനെ രക്ഷിക്കാൻ ഉദാഹരണമായി രേഖയിൽ പറയുന്നു. എന്തായാലും ഇതൊക്കെ താഴെത്തട്ടിലുള്ള അണികൾക്ക് ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ലളിതമായ ഒരു ചോദ്യത്തിനാണ് വീണ വിജയൻ ഇത്രയും നാളായി മൗനം പാലിക്കുന്നത്. എന്തിനാ പണം വാങ്ങി, എന്ത് സേവനത്തിനാണ് ആ പണം വാങ്ങിയത്? അതിനാണ് വീണയെയും പിണറായിയെയും പാർട്ടി ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതാ താഴെത്തട്ടിലുള്ള അണികളിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ഉളവാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീണ വിജയന്റെ കാര്യത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കാര്യം വന്നപ്പോൾ കുടുംബം വേറെ പാർട്ടി വേറെ എന്ന നിലപാടെടുത്ത പിണറായിക്കും സഹാക്കന്മാർക്കും വീണ വിജയന്റെ കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് അത്തരം നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല? പാർട്ടിയിൽ എന്തിനാ രണ്ട് തട്ടായി തിരിക്കുന്നു ആളുകളെ എന്നുള്ളതാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം ഒഴിഞ്ഞു. അതായത് നല്ല ചങ്കുറപ്പുള്ള നേതാവായതുകൊണ്ട് മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മകൾക്കെതിരെ ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ടും SFIO എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യാൻ സമൻസ് നൽകിയിട്ടും എന്തുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കുന്നില്ല? പിണറായി ആ കസേരയിൽ നിന്ന് ഒഴിഞ്ഞ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം രാജിവെച്ചതിന് ശേഷം എന്തുകൊണ്ട് അന്വേഷണം നേരിടാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇത് പ്രതിപക്ഷം ഉയർത്തേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷം ഒരിക്കലും ഇവിടെ മിണ്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും പിണറായിയുടെ ബലം കേരളത്തിലെ പ്രതിപക്ഷം തന്നെയാണ്. അവർ എത്രത്തോളം മൗനം പാലിക്കുന്നു അതും അത്രത്തോളം പിണറായി വിജയശ്രീ ലാളിതനായാണ് മുന്നോട്ട് പോകുന്നത്. നാണമില്ലേ പ്രതിപക്ഷമെന്ന് ചോദിക്കുന്നില്ല. കാരണം ഇതൊരു അന്തർധാരയാണ്. അത് സജീവമായി ഇങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും പിണറായിക്കും മകൾക്കുമെതിരെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കമാന്നൊരക്ഷരം മിണ്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.